ഹേ ഗൈസ്, ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് BeatXPയുടെ സ്മാർട്ട് BMI വെയിങ് സ്കെയിലാണ്. ഇത് ഞാൻ ആമസോണിൽ സെയിലിൻ്റെ സമയത്ത് 700 രൂപയ്ക്കാണ് മേടിച്ചത്. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാണാൻ പറ്റും, റൈറ്റ് സൈഡിൽ ഓർഡർ ടോട്ടലിൽ പ്രൈസും കാണാൻ പറ്റും. ഈ പ്രൊഡക്റ്റിന് 1 ഇയർ വാറന്റി ഉണ്ട്. അതുപോലെ തന്നെ സ്കെയിൽ ഡിജിറ്റലാണ് വരുന്നത്. ഈ ഒരു ഡിവൈസ് നമുക്ക് ബ്ലൂടൂത്ത് വഴി ഫിറ്റ്ഡേയ്സ് എന്ന് പറഞ്ഞുള്ള മൊബൈൽ ആപ്പിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് BMI ഡീറ്റെയിൽസ് ഒക്കെ അതിലാണ് കാണാൻ പറ്റുക. ഇനി നോട്ടീസബിൾ ഫീച്ചേഴ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്ക് ഹെൽത്ത് ആപ്പായിട്ട് ഡാറ്റ സിങ്ക് ചെയ്യാൻ പറ്റും. ഗ്രാഫിക്കൽ അനാലിസിസ് നമുക്ക് റീഡിങ്സിൻ്റെ കിട്ടും. പിന്നെ നമുക്ക് അഡ്വാൻസ് BIA ടെക്നോളജി ഉണ്ട്. ഗോൾസ് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആൻറ്റി സ്കിഡ് സർഫസ് ആണ് വരുന്നത്. ബാക്ക്ലിറ്റ് LCD ഡിസ്പ്ലേ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഓൺ ഓർ ഓഫ് ഉണ്ട്. ഹൈ പ്രസിഷൻ അക്യുഗേറ്റ് സെൻസർ ഉണ്ട്. സ്ട്രോങ് ബെയറിംഗ് സർഫസ് ആണ്. സ്റ്റെപ്പ് ഓൺ ടെക്നോളജി ആണ്. ഈ ഒരു സ്കെയിലിൽ നമുക്ക് 24 യൂസേഴ്സ് വരെ ആഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു മെഷീനിൽ നമുക്ക് 13 കംപ്ലീറ്റ് ബോഡി അനാലിസിസ് വരുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് പറഞ്ഞുതരാം. ബോഡി വെയ്റ്റ്, ബോഡി മാസ് ഇൻഡെക്സ് അതായത് BMI, ബോഡി ഫാറ്റ് പെർസെൻറ്റേജ്, മെറ്റബോളിക് ബോഡി ഏജ്, Subcutaneous Fat Percentage, Visceral Fat, Body Water Percentage, Skeletal Muscle Percentage, Muscle Mass, Bone Mass, Protein Percentage, പിന്നെ Basal Metabolic Rate. ഇതിൽ വരുന്ന LCDയുടെ സൈസ് വരുന്നത് 74x28 mm ആണ്. മാക്സിമം കപ്പാസിറ്റി നമുക്ക് 180 kg വരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ വെയിങ് മെഷീൻ വർക്ക് ചെയ്യുന്നത് 2 AAA ബാറ്ററിയിലാണ്. പിന്നെ ഈ പ്രൊഡക്റ്റിന്റെ ഓവറോൾ സൈസ് വരുന്നത് 260x260 mm ആണ്. ഈ പ്രൊഡക്റ്റ് ഞാനിനി തുറന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് BeatX എന്ന് പറഞ്ഞിട്ട് പേപ്പർ കാണാൻ പറ്റും. ഇത് ആക്ച്വലി നമുക്ക് ഒരു വാറന്റി കാർഡാണ്. സോ നമുക്ക് അടിയിലുള്ള QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് വാറന്റി നമ്മൾ ക്ലെയിം ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അടുത്ത് ഫ്ലാറ്റ് 55% ഓഫിൻ്റെ ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ ആണ്. നമുക്കതിൽ QR കോഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിയിൽ യൂസ് ചെയ്യേണ്ട പ്രോമോ കോഡും കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ വിൽക്കുന്ന ബാക്കിയുള്ള പ്രോഡക്ട്സ് ഇവിടെ കാണാൻ പറ്റും. അടുത്ത് നമുക്ക് സ്മാർട്ട് ഫോണായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ്. ഇതിൽ നമുക്ക് QR കോഡ് കൊടുത്തിട്ടുണ്ട്. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ ആപ്പ് എങ്ങനെ കണക്ട് ചെയ്യാമെന്നും അതുപോലെ തന്നെ ഇതിൻ്റെ വർക്കിങ്ങും ഞാൻ ലൈവായിട്ട് വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. ഇനി അടുത്ത് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവലാണ്. നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് തുറന്നു നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ കാണാൻ പറ്റും. ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ആപ്പിൻ്റെ ലിങ്കും ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ താല്പര്യമുള്ളവർക്ക് അവിടെ പോയി നോക്കാവുന്നതാണ്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഈ മുകളിൽ കാണുന്നത് നല്ല ഫിനിഷുള്ള ഗ്ലാസ് മെറ്റീരിയലാണ്. ഈ 4 മെറ്റാലിക് പ്ലേറ്റ്സ് ആണ്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ കറക്റ്റ് കാല് വെക്കേണ്ടത്. കാരണം ഇതിൻ്റെ മുകളിൽ കറക്റ്റ് കാല് വെച്ചാൽ മാത്രമേ നമുക്ക് BMI പെർഫെക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ LCD ഡിസ്പ്ലേ കാണാൻ പറ്റും. മാക്സിമം വെയിറ്റ് അവിടെ എഴുതിയിട്ടുണ്ട്. അടിയിൽ BeatXP എന്നുള്ള ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഇത്രയാണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. ഈ മുകളിൽ കാണാൻ ഈ ഒരു ലെയർ ഫുള്ള് ഗ്ലാസ് ആണ്. പിന്നെ അതിൻ്റെ അടിയിൽ നമുക്ക് ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് വരുന്നത്. ഇനി ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമുക്ക് ബാറ്ററി ഇടാനുള്ള സ്ഥലം വരുന്നത്. ആ ഒരു പ്ലാസ്റ്റിക് ലെയർ എടുത്ത് കളയണം. എന്നാലാണ് ബാറ്ററി കോൺടാക്റ്റ് വരുള്ളൂ. ബാറ്ററി ഒക്കെ നമ്മൾ മാറ്റുമ്പോൾ എങ്ങനെ ഇടാമെന്ന് പറഞ്ഞുതരാം. നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് പോസിറ്റീവ് വരേണ്ടത്, റൈറ്റ് സൈഡിൽ നെഗറ്റീവും. സോ നമ്മൾ ബാറ്ററി ഇതേപോലെ പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് നീക്കി കൊടുക്കുക. ബാറ്ററി ഇട്ടതിന് ശേഷം LCD ഡിസ്പ്ലേ അപ്പം തന്നെ ഓൺ ആവും. പിന്നെ നമുക്ക് സാധാരണ ഇതിൽ ഓൺ ആക്കണമെങ്കിൽ ജസ്റ്റ് മുകളിൽ കയറി നിന്നാൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓൺ ആവും. പിന്നെ അത് നമ്മൾ മാനുവലി ഓഫ് ആക്കുക ഓൺ ചെയ്യുകയൊന്നും ചെയ്യണ്ട. ഇത് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ കുറേ നേരം സ്റ്റാൻഡ് ബൈ വെച്ച് കഴിഞ്ഞാൽ ഓഫ് ആവുന്നതാണ്. ഇനി വാറന്റി ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോണിൽ നെറ്റ് ഓൺ ചെയ്യുക. എന്നിട്ട് ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് QR കോഡിൻ്റെ മേലെ ഇങ്ങനെ പിടിച്ചാൽ മതി. ഇനി നമ്മൾ സ്കാൻ ആയിട്ട് വന്നാൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. സോ അത് നേരെ വെബ്സൈറ്റിലേക്ക് പോകും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അടിയിൽ വാറന്റി പേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ വാറന്റി പേജ് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞ ബട്ടൺ കാണാൻ പറ്റും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കണം. അതായത് ഫുൾ നെയിം, പിന്നെ ഇമെയിൽ ID, കോൺടാക്ട് നമ്പർ. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ OTP സെൻഡ് ആവും. OTP അടിച്ചു കൊടുത്തിട്ട് വെരിഫൈ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കണം. സോ ആദ്യം തന്നെ എവിടെ നിന്ന് മേടിച്ചതെന്ന് ചോദിച്ചു. സോ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചുകൊണ്ട് ആമസോൺ സെലക്ട് ചെയ്തു. അടുത്തത് പ്രോഡക്റ്റിൻ്റെ കാറ്റഗറിയാണ്. ഇവിടെ ഞാൻ BMIയുടെ കാറ്റഗറി ആയതുകൊണ്ട് ഞാൻ BMIs എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. പിന്നെ ഇനി അടുത്തത് ചോദിക്കുന്നത് നമ്മുടെ ഈ ഒരു മോഡലിൻ്റെ പേരാണ്. ഞാൻ വാങ്ങിച്ചത് BeatXPയുടെ സ്മാർട്ട് എന്ന് പറഞ്ഞുള്ള മോഡലാണ്. സോ ഞാൻ സ്മാർട്ട് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അടുത്തത് പർച്ചേസ് ചെയ്ത ഡേറ്റ് വയ്ക്കും. നമ്മൾ കറക്റ്റ് പർച്ചേസ് ചെയ്ത ഡേറ്റ് ഇവിടെ അടിച്ചു കൊടുക്കുക. ഇനി അടുത്ത് ചോദിക്കുന്നത് ഓർഡർ ID നമ്പർ, പിന്നെ ഇൻവോയ്സ്, അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റ് റിവ്യൂ കൊടുത്ത സ്ക്രീൻഷോട്ടാണ്. ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ആമസോണിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ അടിയിൽ ഈ പ്രൊഫൈലിൻ്റെ ഐക്കൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ യുവർ ഓർഡേഴ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം BeatXP പ്രൊഡക്റ്റ് മേടിച്ച ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ റൈറ്റ് പ്രൊഡക്റ്റ് റിവ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള റേറ്റിംഗ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഫോട്ടോ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് റിവ്യൂ കൊടുക്കാം. അതിൻ്റെ നെക്സ്റ്റ് പേജിൽ നമുക്ക് റേറ്റിംഗ്സ് ഇതേപോലെ ഓരോന്നിനും കൊടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിവ്യൂ സബ്മിറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. പിന്നെ നമ്മൾ തിരിച്ച് ഈ ഒരു പേജിൽ അടിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതിൽ നമുക്ക് ഇൻവോയ്സ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് കൊടുക്കുക. സോ നമുക്ക് ഇൻവോയ്സ് ഡൗൺലോഡ് ആയി ഒരു PDF ആയി കിട്ടും.
ഓർഡർ ഐ ഡി കിട്ടാനായിട്ട് ആ പേജിൻ്റെ മുകളിലേക്ക് തന്നെ സ്ക്രോൾ ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മുടെ ഇൻവോയ്സിൻ്റെ അവിടെ ഓർഡർ നമ്പർ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അതാണ് നമ്മുടെ ഓർഡർ ഐ ഡി. ഇതൊക്കെ വാറണ്ടിയുടെ അവിടെ നമ്മൾ അടിച്ചു കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഒരു മെസ്സേജ് കാണും. സോ നമ്മുടെ വാറണ്ടി അതിന് ശേഷം നമുക്ക് രജിസ്റ്റർ ആയിക്കോളും. ഇനി അടുത്ത് നമുക്ക് BMI ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിറ്റ് ഡേയ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. സോ ക്യാമറ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക. സോ ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പോലെ ലിങ്ക് വരും. ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലേക്കാണ് പോവുക. അതിനുശേഷം നമ്മളത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ആപ്പ് നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ നമുക്ക് അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഇമെയിൽ ID യും പാസ്വേഡും അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഐ അഗ്രിയുടെ ബോക്സ് ടിക്ക് ചെയ്യുക. പിന്നെ നമ്മൾ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. സോ ആദ്യം തന്നെ നമുക്ക് ഫോട്ടോ വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ മെയിൽ ഫീമെയിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒരു നിക്ക് നെയിം കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ബർത്ത്ഡേ ഇവിടെ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. പിന്നെ അടുത്ത് ഹൈറ്റാണ്. ഹൈറ്റ് നിങ്ങൾ ഇവിടെ അടിച്ചു കൊടുക്കുക. ഒന്നെങ്കിൽ സെൻറ്റിമീറ്ററിൽ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫീറ്റ് ഇഞ്ച് അതിലേക്ക് മാറ്റാൻ പറ്റും. പിന്നെ ടാർഗറ്റ് വെയിറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് വെയിറ്റിലേക്കാണ് കുറയ്ക്കേണ്ടത് അല്ലെങ്കിൽ കൂട്ടേണ്ടത് അതുകൂടെ അടിച്ചു കൊടുക്കുക. വെയിറ്റ് LBയിലാണ് ഇരിക്കുക, നമുക്ക് പിന്നെ മാറ്റാൻ പറ്റും. ഇനി നമ്മൾ കൺഫേം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് ഓപ്പൺ ആയി വരും. ഇനി ഇവിടെ ആപ്പ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചു തരും. ഇത് ഞാനൊന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട്, കാരണം ഇതൊക്കെ ഞാൻ അവസാനം എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അതിനുശേഷം നോട്ടിഫിക്കേഷൻസിന് നിയർ ബൈ ഡിവൈസിൻ്റെയും പെർമിഷൻ ചോദിക്കും. അത് നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിൽ മുകളിൽ പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ മാനുവൽ റീഡിംഗ്, ഷെയർ, ബേബി മോഡ്, മൈ ഡിവൈസ് അതൊക്കെയാണ് ഉള്ളത്. പിന്നെ അതിൻ്റെ അടുത്തുള്ള ഹാർട്ടിൻ്റെ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് ബീറ്റ് മെഷർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഇവിടെ ആവശ്യമില്ല, കാരണം അത് നമ്മുടെ ഫ്ലാഷ് വെച്ച് മെഷർ ചെയ്യുന്നതാണ്, അത് ആക്യുറേറ്റ് ആയിരിക്കില്ല. ഇനി ലെഫ്റ്റ് സൈഡിൽ മുകളിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫൈൽസ് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ആഡ് യൂസർ ക്ലിക്ക് ചെയ്യാം. ഇനി അടിയിൽ നമ്മൾ ചാർട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ചാർട്ട്സ് കാണാൻ പറ്റും. അത് റീസെൻ്റ് ഉണ്ട്, വീക്ക് ഉണ്ട്, മന്ത് ഉണ്ട്, ഇയർ ഉണ്ട്. നമുക്ക് വെയിറ്റ് അല്ലെങ്കിൽ സർക്കംഫറൻസ് ഓർ ഹൈറ്റ് ഇതിൽ ഏതിൽ വേണമെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ ഏറ്റവും റൈറ്റ് സൈഡിലുള്ള നോട്ട്സിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റാസ് ഫുള്ള് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ലാൻഡ്സ്കേപ്പിൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി ചെക്ക് ടു വ്യൂ ഓൾ ഡാറ്റ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഡേറ്റ് വൈസ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഡാറ്റാസ് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി റൈറ്റ് സൈഡിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ്, എക്സ്പോർട്ട്, കോൺട്രാസ്റ്റ് ഈ ഓപ്ഷൻസ് ഒക്കെയാണ് ഉള്ളത്. ഇനി ഏറ്റവും അവസാനം അക്കൗണ്ട് ഓപ്ഷനാണ്. ഇവിടെ കുറച്ച് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഡിവൈസ്, ആഡ് യൂസർ, സെറ്റിംഗ്സ് ഈ 3 ഓപ്ഷനാണ് ഉള്ളത്. അതിൻ്റെ അടിയിൽ നമ്മൾ ഉണ്ടാക്കിയ പ്രൊഫൈലിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണുന്നത്. സോ നിങ്ങൾക്ക് വല്ല ഡീറ്റെയിൽസ് മാറ്റണമെങ്കിൽ ഇവിടെ മാറ്റാം. ഡിവൈസസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഏതൊക്കെ ഡിവൈസ് ആഡ് ചെയ്തു ആ ഡിവൈസസ് ആണ് ഇവിടെ കാണിക്കുക. ഞാനിപ്പോൾ ഒന്നും പെയർ ചെയ്തിട്ടില്ല, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. സോ അതിന് മുന്നേ ഇവിടെയുള്ള ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ആഡ് യൂസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ യൂസേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. സോ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഏതാണ് യൂസർ വേണ്ടത് ആ യൂസറിൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെ നേരത്തെ അടിച്ച പോലെ അടിച്ചിട്ട് നമുക്കിവിടെ കൺഫേം കൊടുത്താൽ മതി. ഇനി അടുത്ത സെറ്റിംഗ്സ് ആണ്. ഇതിൽ ആദ്യം തന്നെ ലാംഗ്വേജ് ആണ്. ഇവിടെ കുറേ ലാംഗ്വേജ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണ്ട ലാംഗ്വേജ് ഇവിടെ സെലക്ട് ചെയ്യുക. അടുത്ത തീമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓവറോൾ തീം ചേഞ്ച് ആയിക്കോളും. അടുത്തത് സിസ്റ്റം പെർമിഷൻസ് ആണ്. ഇതിൽ കുറേ പെർമിഷൻസ് കാണിച്ചിട്ടുണ്ടാവും. അത് ഏതൊക്കെ അലൗ ചെയ്തിട്ടുണ്ട്, അലൗ ചെയ്തില്ല എന്നൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി അടുത്ത് ക്ലിയർ ക്യാഷ് ആണ്. സോ ഇതിൽ വല്ല ക്യാഷ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അടുത്ത് നമ്മുടെ മൈ ഡിവൈസ് ആഡ് ചെയ്തതൊക്കെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് യൂണിറ്റ്സ് ആണ്. ഇവിടെ നമുക്ക് ഏത് യൂണിറ്റ്സ് വേണമെങ്കിലും ഹൈറ്റും അതേപോലെ വെയിറ്റിലും മാറ്റാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വെയിറ്റിൽ നമുക്ക് ഇവിടെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ പറ്റും. പിന്നെ നമുക്ക് ഹൈറ്റ് നമുക്ക് ഇഷ്ടമുള്ള ഹൈറ്റിൻ്റെ ആ യൂണിറ്റിലേക്ക് മാറ്റാം. ഇനി അടുത്ത് മെഷറിംഗ് സൗണ്ട് ആണ്. സോ നമ്മൾ ഇതിൽ BMI ഒക്കെ മെഷർ ചെയ്യുന്ന സമയത്ത് സൗണ്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സൗണ്ട് കൊടുക്കാം. സോ നമുക്ക് മെഷർ ചെയ്യുമ്പോൾ അത് അറിയാൻ പറ്റും. പിന്നെ സെറ്റ് ടാർഗറ്റ് ആണ്. നിങ്ങൾക്ക് ടാർഗറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇതേപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് മോഡ് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് നോർമൽ മോഡുണ്ട്, അത്ലീറ്റ് മോഡുണ്ട്. നമ്മൾ എക്സസൈസ് ഒക്കെ നന്നായിട്ട് ചെയ്യണവരാണെങ്കിൽ അത്ലീറ്റ് മോഡ് എടുക്കുക. പിന്നെ നമുക്ക് അടുത്ത് ഗൂഗിൾ ഫിറ്റ് ആണ്. ഗൂഗിൾ ഫിറ്റ് യൂസ് ചെയ്യണവരുണ്ടെങ്കിൽ ഇവിടെ എനേബിൾ ചെയ്യുക. ഇതേപോലെ തന്നെ ഫിറ്റ്ബിറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഫിറ്റ്ബിറ്റ് യൂസ് ചെയ്യണവർ ഇവിടെ എനേബിൾ ചെയ്യുക. പിന്നെ സാംസങ് യൂസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാംസങ് ഹെൽത്ത് ഇവിടെ അവൈലബിൾ ആണ്. നമുക്കത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ സാംസങ് ഹെൽത്ത് ആയിട്ട് സിങ്ക് ആയിക്കോളും. അടുത്ത FAQ, വീഡിയോ ട്യൂട്ടോറിയൽ, ഹെൽപ്പ്, പ്രൈവസി പോളിസി ഒക്കെയാണ്. പിന്നെ നമുക്ക് പിന്നിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതായത് ആപ്പ് ലോക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പിന്നിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇമെയിൽ മാറ്റണമെങ്കിൽ മോഡിഫൈ ഇമെയിൽ ക്ലിക്ക് ചെയ്താൽ മതി. പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് പാസ്വേഡ് കൊടുക്കുക. അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് അക്കൗണ്ട് കൊടുക്കുക. പിന്നെ നമുക്ക് അബൌട്ടും ലോഗൗട്ടാണ് ഉള്ളത്. സോ ഇപ്പോൾ ആപ്പിൻ്റെ ഫീച്ചേഴ്സൊക്കെ കവർ ചെയ്തു. ഇനി നമ്മൾ ഹോമിൽ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഡിവൈസ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കൊടുക്കുക. ഈ മൈ ഡിവൈസ് ക്ലിക്ക് ചെയ്തിട്ട് പ്ലസ് ക്ലിക്ക് ചെയ്യുക. ബ്ലൂടൂത്തിൻ്റെ ഓപ്ഷൻ കൊടുക്കുക. ടേൺ ഓൺ കൊടുക്കുക. പിന്നെ നമ്മളിവിടെ ലൊക്കേഷൻ ഇവിടെ എനേബിൾ ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ അലോ കൊടുക്കുക. ഇനി അത് ഡിവൈസ് സെർച്ച് ചെയ്യും. ഇവിടെ നമ്മൾ ഡിവൈസ് ഓഫ് ആയിട്ടാണ് കിടക്കണേ. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് അമർത്തി പിടിച്ച് കൊടുക്കുക. സോ അത് ഓൺ ആയിക്കോളും. ഓൺ ആയി കഴിഞ്ഞാൽ ഇതിൽ പെയർ ചെയ്യണ സമയത്ത് അതിൽ കാണിക്കും. സോ നമ്മൾ ജസ്റ്റ് ആ സ്മാർട്ട് സ്കെയിലിൻ്റെ അവിടെ കണക്റ്റ് കൊടുത്താൽ മതി. അത് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇതിലേക്ക് കണക്റ്റ് ആയിക്കോളും. ജസ്റ്റ് കൺഫേം കൊടുക്കുക. സോ ഇത് പെയർ ആയി കഴിഞ്ഞു. നമുക്ക് അടുത്ത് പറയുന്നത് സ്റ്റാർട്ട് മെഷറിംഗ് എന്നാണ്. ഇവിടെ മെഷർ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഓവർവ്യൂ കാണിച്ചു തരും. ഞാൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ 2 മെറ്റൽ പ്ലേറ്റ്സിൻ്റെ അവിടെ കാലിൻ്റെ അടിഭാഗം മുകൾഭാഗം കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് മെഷറിംഗ് ഇവിടെ കൊടുക്കുക.
നമ്മളൊരു 10 സെക്കൻഡ് ഇത് ഫുള്ള് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിങ് മെഷീൻ്റെ മുകളിൽ നിൽക്കണം. ഇനി ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. ഒരാൾ വെയിങ് മെഷീൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ഇതേപോലെ റീഡിങ്സ് ഇങ്ങനെ മാറി മാറി വരുന്നത് കാണാൻ പറ്റും. അതേപോലെ ഒരു 10 സെക്കൻഡ് ആകുമ്പോൾ അത് കറക്റ്റ് ഇങ്ങനെ സ്റ്റേബിൾ ആവും. എന്നിട്ട് ഇതേപോലെ ഒരു ആനിമേഷൻ കാണിക്കും. ആ ആനിമേഷൻ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാല് വെയിങ് മെഷീനിൽ നിന്ന് എടുക്കാം. കാരണം ഇത് റീഡിങ്സ് ഒക്കെ പെർഫെക്റ്റ്ലി ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് നിന്നാളുടെ വെയിറ്റ് കാണാം. ഇനി നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ BMIയുടെ ഫുൾ ഡീറ്റെയിൽസ് കാണാം. അതായത് വെയിറ്റ് ഉണ്ട്, BMI, ബോഡി ഫാറ്റ്, മസിൽ റേറ്റ്, ഫാറ്റ് ഫ്രീ, ബോഡി വെയ്റ്റ്, സബ്കുട്ടേനിയസ് ഫാറ്റ്, വിസറൽ ഫാറ്റ്, ബോഡി വാട്ടർ, സ്കെൽറ്റൽ മസിൽ, മസിൽ മാസ്, ബോൺ മാസ്, പ്രോട്ടീൻ, BMR, പിന്നെ ബോഡി ഏജ്. ഇതിൽ ഓരോ റീഡിങ്സിനും ഇങ്ങനെ ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കറണ്ട് റീഡിങ് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. അതേപോലെ അടിയിൽ ഒരു മീറ്റർ ഇങ്ങനെ കാണാൻ പറ്റും. അതിൽ നമ്മുടെ കറണ്ട് ലെവൽ ഏതിലാണ് ഇരിക്കണേന്ന് അവർ കറക്റ്റായിട്ട് പറഞ്ഞുതരും. സോ നമുക്കത് നോക്കിയിട്ട് നമുക്ക് ഏത് ലെവലിലേക്കാണ് കുറയ്ക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ലെവലിലേക്കാണ് നമുക്ക് കൂട്ടേണ്ടതെന്ന് ഏകദേശം അറിയാൻ പറ്റും. ഈ ഒരു ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ എക്സസൈസോ അല്ലെങ്കിൽ ഫുഡ് പ്ലാൻസോ ഒക്കെ നടത്തുകയാണെങ്കിൽ നമ്മൾ ഡെയിലി ഇതിൽ നിന്ന് നമ്മൾ BMI എടുക്കണം. സോ നമുക്കതിൻ്റെ ഫുൾ ഗ്രാഫ് കിട്ടും. നമുക്ക് എത്രത്തോളം ഗെയിൻ അല്ലെങ്കിൽ ലോസ് വന്നിട്ടുണ്ടെന്ന് അറിയാം. അതുപോലെ തന്നെ ഈ ഡീറ്റെയിൽസിൻ്റെ ഏറ്റവും ടോപ്പ് റൈറ്റ് സൈഡിലുള്ള ഷെയറിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് ചാർട്ട്സ് ആണ്. ഇവിടെയാണ് നമുക്ക് ഗ്രാഫ് പോലെ നമുക്ക് ഓരോ റീഡിങ്സും നമുക്ക് അറിയാൻ പറ്റുക. സോ നമ്മൾ ഡെയിലി BMI എടുത്തു കഴിഞ്ഞാൽ ഈ ഗ്രാഫ് നോക്കിയിട്ട് എപ്പോഴൊക്കെയാണ് ഓരോ റീഡിങ്സ് കൂടിയത് കുറഞ്ഞതെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.